ധനമന്ത്രി കെ.എം. മാണിക്കെതിരായ ബാർക്കോഴ കേസിലെ നിർണായക വിധി തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി ഇന്ന് പ്രസ്താവിക്കും. കേസിൽ തുടരന്വേഷണം വേണമോ എന്ന കാര്യത്തിലാണ് കോടതി വിധി പറയുക. മാണിയെ കുറ്റവിമുക്തനാക്കി വിജിലൻസ് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിനെതിരെ 9 ഹർജികളും അനുകൂലിച്ച് 1 ഹർജിയുമാണ് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്നത്. മദ്യനയത്തിന്റെ ഭാഗമായി പൂട്ടിയ ബാറുകൾ തുറന്നു നൽകാൻ വേണ്ടി ധനമന്ത്രി കെ.എം. മാണി 5 കോടി രൂപ ബാറുടമകളോട് ആവശ്യപ്പെട്ടുവെന്നും ഇതിൽ 1 കോടി രൂപ നൽകിയെന്നുമായിരുന്നു കേസ്. ഇതേ തുടർന്ന് അന്വേഷണം നടത്തിയ വിജിലൻസ് എസ്.പി. സുകേശൻ 2 തവണയായി മാണി 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന് കണ്ടെത്തി. കോഴ വാങ്ങിയ മാണിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് കാണിച്ച് വസ്തുതാപര റിപ്പോർട്ടും തയ്യാറാക്കി. എന്നാൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാണിയെ കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള അന്തിമ റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത്. ഇതിനെതിരെയുള്ള ഹർജികളിലെ വാദം 2 ആഴ്ച മുമ്പ് പൂർത്തിയായിരുന്നു. തുടർന്നാണ് ഇന്നത്തേക്ക് വിധി പറയാൻ മാറ്റിയത്. കേസിലെ പരാതിക്കാരനായ BS ഉൾപ്പെടെ 8 പേർ തുടരന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ SP സുകേശന്റെ വസ്തുതാപര റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ടായി പരിഗണിച്ച് മാണിയെ കുറ്റവിചാരണ ചെയ്യണമെന്നാണ് പ്രധാന സാക്ഷി ബിജു രമേശ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെ അന്തിമ റിപ്പോർട്ടിനെ അനുകൂലിച്ചും 1 ഹർജി കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്നു. ഒന്നുകിൽ കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിടുക, ഇല്ലെങ്കിൽ മാണിക്ക് അനുകൂലമായ അന്തിമ റിപ്പോർട്ട് അംഗീകരിച്ച് കേസ് അവസാനിപ്പിക്കുക. ഈ 2 മാർഗങ്ങളാണ് കോടതിക്ക് മുന്നിലുള്ളത്. അന്തിമ റിപ്പോർട്ട് അംഗീകരിക്കാനാണ് തീരുമാനമെങ്കിൽ ഹൈക്കോടതിയെ സമീപിച്ച് CBI അന്വേഷണം ആവശ്യപ്പെടുമെന്ന് പരാതിക്കാർ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ഒരു കാര്യത്തിൽ സംശയം വേണ്ട, കോടതി വിധി എന്തായാലും ബാർക്കോഴ കേസ് ഇവിടെ അവസാനിക്കില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.